അങ്ങനെ ഇതാ നമ്മളെ ഡേ 5 നമ്മളിതാ ഊട്ടിയിലാണ് ഉള്ളത്. ഊട്ടിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഇപ്പുറമായിട്ടാണ് ഈ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. അടിപൊളി നല്ലൊരു സൺറൈസും കിട്ടിയിട്ടുണ്ട്. പക്ഷേ വ്യൂ നോക്കിയാൽ ഇതാണ് ഈ ഒരു ഏരിയയിൽ ഏറ്റവും ടോപ്പിലുള്ളൊരു റിസോർട്ടാണിത്. അപ്പം ബാക്കി വിശേഷങ്ങളെല്ലാം കാണാം. അപ്പം നമുക്ക് ഇന്നലെ നിന്ന് റൂമും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അതാണ് റൂം. അത്യാവശ്യം അടിപൊളി ആംബിയൻസ് ആയിരുന്നു. എന്നുവെച്ചാൽ നല്ലൊരു സുഖം ഉണ്ടേനും ഇന്നലെ കിടന്നുറങ്ങാൻ. പിന്നെ ഇതാണ് നമ്മളെ ബാത്റൂം വരുന്നത്. അത്യാവശ്യം നല്ലൊരു പാറ്റേൺ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റേ ഇതിന് വാഷ് ബേസിന്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് പുറത്തിറങ്ങും. നമ്മൾ ഇന്നലെ ആടെ പോയപ്പം ആടെ മറ്റേ അതിനെന്താ പറയുക, ആ വീട്ടിലുണ്ടാ കാട്ടുകൊച്ചിന് എന്താ പറയല്ലേ, അതെന്തേനും. പിന്നെ ഇവിടെ ഇപ്പോൾ കുറേ കാണാനുണ്ട്. താല ആശിമുണ്ട്. നമ്മൾ നേരെ ആശിമിൻ്റെ അടുത്ത് പോയതാ. റിസോർട്ടിൻ്റെ ബാക്കിലുള്ള വ്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം അടിപൊളി. ആ ഒരു ഇങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പം നമുക്ക് അടുത്തേക്ക് എലോടല്ല പെർമിഷനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അങ്ങോട്ടേക്ക് പോകാനുള്ള. അങ്ങനെ ബാക്ക് സൈഡ് വരുന്നത് നല്ലോണം ജലദോഷം പിടിച്ച് കഴിഞ്ഞാൽ വെച്ചാൽ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ക്ലൈമറ്റ് പണി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിവിടുത്തെ വ്യൂസും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അത്യാവശ്യം അടിപൊളി വ്യൂ തന്നെ. രാവിലെ ചായ കൊണ്ട് പോവാണ്. ഇവിടെ മെയിനായിട്ട് ഫാമിലീസ് പിന്നെ കപ്പിൾസാണ് ഇവിടെ വരുന്നത്. കുറേ ഫാമിലി ഇന്നലെ നമ്മൾ വന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പം നോക്കാം. നമുക്ക് എടുത്ത ഓരോരോ റൂമും അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്തിട്ട് വരാം. അല്ലാ, റൂമിൽ കുരങ്ങൻ കയറി. ഒരു മിനിറ്റ്, എൻ്റെ ബാഗും ലാപ്പെല്ലാം ഉണ്ട്. ഓണോ ആയിക്കോ ആശിവേ. എടാ ഗായ്സ്, അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാൻ ടൈമായി. അപ്പോൾ നമ്മൾ വിളിച്ചില്ല, സെന വിളിച്ചു ഫുഡ് കഴിക്കാൻ പോകാം. നേരെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി. ഫുഡ് വടയുണ്ട്, ഇഡ്ഡലി ഉണ്ട്. നേരെ ഫുഡ് കഴിച്ചിട്ടാണ്. വട ഒരു രക്ഷയില്ല, അടിപൊളി വട. അടുത്ത വട എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ആശയം. ചട്നി എടുത്തോ. അങ്ങനെ നമ്മളെ ഫുഡെല്ലാം കഴിഞ്ഞ്. എങ്ങനെയുണ്ട് സന ഇവിടെ? ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനെ പറ്റി പറയാണെങ്കിൽ വേറെ ഒന്നും പറയാനില്ല. ഇതാണ് നല്ല റിസോർട്ടാണ്. ഇതില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതില്ല. അതായത് ഓവർ ലക്ഷറി ഒന്നുമല്ല. നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് സ്റ്റേ ചെയ്യാൻ ഫാമിലീസിനൊക്കെ വന്ന് ഫാമിലീസിന് വരാൻ പറ്റിയൊരു ഏരിയ. ബാച്ചിലേഴ്സിന് അത്ര ഉണ്ടെങ്കിലും മുകളിൽ തോട ഹൗസ് ഒക്കെ ഉണ്ട് അല്ലേ. ബാച്ചിലേഴ്സിന് ഞാൻ അങ്ങനെ പറയില്ല, പക്ഷെ ഫാമിലിക്ക് വരാൻ ഫാമിലീസും കപ്പിൾസിനൊക്കെ പറ്റില്ല. കോച്ച് മൂട്ടിൽ വലിച്ച വന്നിട്ട് വരെ കൊച്ചി.
ഡ്രോൺ വരക്കാൻ പോവാണ്. ഡ്രോണൊക്കെ ആയി, നമ്മൾ മൊത്തം സെറ്റായി. അപ്പം ഇതാണ് റിസപ്ഷൻ. സാറെ കാര്യമായിട്ട് അതും ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആശിമിന് ഈറെ വരുന്നുണ്ട്. ഏർപ്പെട്ട് നിന്നിട്ട് ഫുള്ള് ഞാൻ ഇപ്പം മലപ്പുറംകാരായിപ്പോയി. ഞാൻ പോട്ടെ, നിങ്ങളെ പരിപാടി നോക്കോ. ഓ ഏതോ സ്കൂൾ ബസ് വിട്ടിട്ട് വന്നിട്ടുണ്ട് കുറേ ആൾക്കാർ. ക്യാമ്പ് ഫയർ നടത്തിയ സ്ഥലമാണിത്. എങ്ങനെ ഉണ്ട് കേട്ടോ, കുരങ്ങനെ കാണിച്ചതാ. സീനാണ്. നമ്മളെ റൂമിൽ നിന്ന് ഇതിൻ്റെ അപ്പുറത്താണ്. ഇത് ഞാൻ പറത്താൻ പോവാണ്. അപ്പൊ നമ്മള് ഊട്ടിയിലെ അതിമനോഹരമായ ക്ലൈമറ്റിൽ നിന്നും അടുത്ത ക്ലൈമറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, സെറ്റാണ്. ഒന്നും നോക്കാല, മേക്കിംഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ല, ഞാൻ വിട്ടോ. അപ്പൊ ഓക്കെ, ഫുള്ള് സാധനം പാക്ക് ചെയ്ത് നേരെ വിടാം അടുത്തൊരു സ്ഥലത്തേക്ക്. അപ്പൊ ഗായ്സ് നമ്മളിതാ പോവാണ്. ആശിമ പറഞ്ഞു തീരെ പവറില്ല, അതുകൊണ്ട് ഇനി ഫുൾ പവറില്. എന്നാ കൊച്ചു ചോദിച്ചോ, എന്താണ് ഡ്രോൺ ഷോട്ട്സ് ആയിക്കോട്ടെ, കണ്ടന്റ് ആയിക്കോട്ടെ, എഡിറ്റിംഗും കളർ ഗ്രേഡിംഗ്, എവറിത്തിങ് ഇസ് അമേസിംഗ്. പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ ക്യാമറയും കൂടി യൂസ് ചെയ്തിട്ടില്ല, അത് ഫോണിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമുക്ക് വർക്ക് തന്നിരിക്കണം. ഓക്കെ അല്ലേ കാര്യങ്ങളൊക്കെ? സത്യമായിട്ടും നമ്മുടെ ക്ലൈന്റ് ഹാപ്പി, നമ്മൾ ഹാപ്പി. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു. പോവാ.